ഹായ് വിശുവരെ, അവിടെ എല്ലാവർക്കും ഒരു വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ഇന്നൊരു അടിപൊളി നല്ലൊരു വ്ലോഗാണ്. അതായത് ഈ സ്ഥലം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ചർച്ച് നിങ്ങൾ എവിടെയെങ്കിലും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? 1990 നമുക്ക് അറിയാം, മമ്മൂക്കാൻ്റെ നല്ലൊരു ഹിറ്റ് മൂവിയായിരുന്നു കേട്ടോ, കോട്ടയം കുഞ്ഞച്ചൻ. അതിൽ കാണിക്കുന്ന ആ മനോഹരമായിട്ടുള്ള ചർച്ചാണ് കേട്ടോ. അപ്പം ഞാനെന്ത് ഷൈജു ഏട്ടനാണ് ഇന്ന് നമ്മൾ ഈ ചർച്ചിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോഴത്തേ ഞങ്ങൾ ഇത് മാത്രമല്ല കേട്ടോ, ഞങ്ങൾ 1-2 സ്പോട്ടൂടെ തപ്പി ഇറങ്ങിയതാണ്. അപ്പോൾ ഫസ്റ്റ് ഇത് ഇവിടെ എത്തി കേട്ടോ. ഇവിടെ നമ്മൾ ഇത് കറക്റ്റ് ആ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്പൂര് ജംഗ്ഷൻ തന്നെയാണ് കേട്ടോ. അമ്പൂര് ജംഗ്ഷനിൽ നിന്ന് കുറച്ചുകൂടെ ഇങ്ങോട്ട് നമ്മൾ ആ സ്കൂളിൻ്റെ അടുത്തോട്ട് മാറുന്ന സമയത്താണ് കേട്ടോ. അതായത് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വരുന്ന സമയത്താണ് ഈ അതിമനോഹരമായിട്ടുള്ള ഈ ഒരു ചർച്ചുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടൊന്നും സെർച്ച് ചെയ്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കോട്ടയം കുഞ്ഞച്ചൻ മൂവി ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഫസ്റ്റ് നമുക്ക് പള്ളിയിലേക്ക് വരുന്നതും അതുപോലെ നമ്മുടെ ഈ ചിത്രത്തിലെ നായികയായിട്ടൊക്കെ സംസാരിക്കുന്നതും ഇത് ഈ സെയിം ഭാഗത്താണ് കേട്ടോ. പക്ഷേ ഞങ്ങളുടെ വന്ന സമയത്ത് നല്ല മഴയായിരുന്നേ. അപ്പോൾ കയ്യിലൊരു ഉണ്ടായിരുന്നതൊരു പ്ലാസ്റ്റിക് കവർ മാത്രം കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മഴയോ മറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബാക്കി ഒരു സജ്ജീകരണവും ഇല്ലാതെ ഞാനും നമ്മുടെ ചേട്ടായിയോടെ ഇങ്ങനെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതേ വന്നു, കയ്യിലുള്ള ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് ജസ്റ്റ് ഒന്ന് ക്യാമറയൊക്കെ ഒന്ന് സെറ്റാക്കി, അതായത് മൊബൈലൊന്ന് നനയാത്ത രീതിയിലാക്കിയിട്ട് അവിടെ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പിടിച്ചോളൂ. അത്യാവശ്യം നല്ല ഫ്രണ്ടും സൈഡെല്ലാം നല്ല ഏരിയ ഉണ്ട് കേട്ടോ. ചർച്ചിൽ നല്ല ഏരിയ ഉണ്ട്. അപ്പോൾ ഒരു ഭാഗം നമുക്കത് ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് നോക്കുന്ന ഒരു സീനുണ്ട് കേട്ടോ. അപ്പോൾ ആ താഴെ കാണുന്ന റോഡോ കുരിശടികളോ, കുരിശടിയൊന്നുമില്ല, പക്ഷേ റോഡ് ഒന്നുമില്ല കേട്ടോ, വെറും മൺ റോഡാണ്. അതായത് ടാറോ മറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്ത ഒരു റോഡായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് തോന്നി കേട്ടോ. കാര്യം ഇപ്പോൾ ഏകദേശം 1 വർഷമായില്ലേ. അപ്പോൾ അതിനുള്ള മാറ്റങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ മുറ്റവും കാര്യങ്ങളെല്ലാം നല്ല അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല വലിപ്പവും കാര്യങ്ങളും കൊണ്ട് കേട്ടോ. പക്ഷേ മഴ ആയതുകൊണ്ടാണ്. നിങ്ങളുടെ ഈ ബേക്കിൽ നല്ല മനോഹരമായിട്ടുള്ളൊരു കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പച്ചപ്പും കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഇട സൈഡിലായിട്ട് അവിടെ ഇൻ്റർലോക്കിൻ്റെ അതെന്തോ പൊളിച്ച് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ ഫുള്ളായിട്ട് ഇട്ടിരുന്നതാണ്. അപ്പോൾ അതിങ്ങനെ മാറ്റി അവിടെ എന്തോ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലെന്തേ നമ്മുടെ ഷൈജോട്ടം വിളിച്ച് പോകാൻ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ മൂവിയിൽ ഫസ്റ്റ് മമ്മൂക്ക വന്നിട്ട് പള്ളിയിൽ അച്ഛനോട് സംസാരിക്കുന്ന ഒരു രംഗമുണ്ട് കേട്ടോ. അതിപ്പോൾ ഞാൻ ഈ പോകുന്ന ആ ഒരു ഭാഗത്താണ് കേട്ടോ, അതിൻ്റെ മോൾ ഭാഗത്തായിട്ടാണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ ആ കറക്റ്റ് ഈ ബാക്ക് ആ ഒരു സീനറി എല്ലാം ഉണ്ട് കേട്ടോ. ആ ഒരു കുന്നും അതുപോലെ ഇതിന് ഇപ്പുറത്തായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു 3 കുന്ന് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. പക്ഷെ അത് ഇപ്പം മരങ്ങൾ കൊണ്ട് മറയായിട്ടുണ്ട്. അത് മാത്രമല്ല കേട്ടോ, അത്യാവശ്യം ചെറിയ മഞ്ഞും കാര്യങ്ങളും, അതായത് മഴയുടെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ അങ്ങ് പോയി കേട്ടോ. വളരെ സന്തോഷത്തോടെ തന്നെ പോയി. അപ്പോൾ ബാക്കി ഒരിടത്തുള്ള വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് കരുതിയില്ല കേട്ടോ. അമ്മാതിരി മഴയാണ് വന്നത് കേട്ടോ. നല്ല പോലത്തെ മഴയായിരുന്നു. ഞങ്ങൾ കുറച്ച് സമയം അവിടെ മഴയൊക്കെ വന്ന് ഒതുങ്ങി നിന്നു കേട്ടോ. ആ ചർച്ചിൻ്റെ സൈഡിൽ തന്നെ ഒതുങ്ങി നിന്നേ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കട്ടോ, ഞാൻ ആ പിടിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് കവറാണ് കേട്ടോ. അതിങ്ങനെ മഴത്തുള്ളിലേക്ക് വീണിട്ട് അതിൽ ആ ഒരു വെയിറ്റ് താങ്ങാതെ ആവുകയാണ് കേട്ടോ അതിങ്ങനെ താഴോട്ട് വരുന്നത്. എങ്കിലും ഞാൻ വീണ്ടും പതുക്കെ ഒരു കൈ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ ഒതുക്കി വെച്ചാണ് ഞാൻ ഇന്ന്. വളരെ ആകാംക്ഷയാണ് കേട്ടോ. ഞങ്ങൾ ഒരുപാട് ദിവസത്തെ പ്ലാനിങ് ആയിരുന്നു കേട്ടോ ഈ സ്ഥലത്തൊക്കെ വരണമെന്ന്. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് വഴി അറിയത്തില്ല, അതിന് പുള്ളിക്കാരൻ നല്ലതുപോലെ അറിയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള സ്പോട്ടും കാര്യങ്ങളെല്ലാം തപ്പി ഇറങ്ങി. ഇപ്പോൾ ഇവിടെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ. ഈ സൈഡിലോട്ടുള്ള വഴിയുടെ സൈഡാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇട സൈഡിലായിട്ട് കുറച്ച് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നല്ല അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഒരൊറ്റ കുഴപ്പം പറ്റിയുള്ളൂ, മഴ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അതെ, ആ ബാക്കിലത്തെ ആ സീനറി, ആ കാണുന്ന ആ ബാക്കിലേക്കുള്ള ആ മലയെല്ലാം ആ സിനിമയിലും അതുപോലെ തന്നെ പക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പുല്ലാണ് കേട്ടോ ഞങ്ങളുടെ പുൽക്കൂട് വയ്ക്കാനൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ പുൽക്കൂട് ഇനിയിപ്പോൾ ഡിസംബർ ആയല്ലോ. ഞാനിപ്പോൾ ഡിസംബർ ഏകദേശം ഒരു 2-ാം തീയതി അടുപ്പിച്ചാണെന്ന് തോന്നുന്നു ഞാനവിടെ വന്നത്. അപ്പോൾ അവിടുത്തെ ആ പുല്ലും കാര്യങ്ങളെല്ലാം നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ആ മറു സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നല്ല നമ്മളെ കൂട്ടുകാരന്മാരൊക്കെ പുല്ല് വെട്ടാനൊക്കെ ഇനിയിപ്പോൾ ഇറങ്ങും. അപ്പോൾ ഡിസംബറിന് പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പുല്ലും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ചങ്ങമ്പര ഞങ്ങളിങ്ങനെ പറഞ്ഞ് നിൽക്കുന്നതിനനുസരിച്ചിട്ട് ഈ ഇട സൈഡിലായിട്ട് നല്ല അടിപൊളിയായിട്ടൊരു മഴക്കോള് വന്ന് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കവർ ചെയ്ത് മാത്രമല്ല കേട്ടോ, അത് ഇങ്ങോട്ട് ശക്തമായിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നല്ല അടിപൊളി മഴ ഇങ്ങോട്ട് തെത്തി കേട്ടോ. അപ്പോൾ ചങ്ങമ്പര ഞാൻ ഒത്തിരി അവിടെ നമുക്ക് വീഡിയോസൊക്കെ പിടിക്കാനുള്ള സ്ഥലമുണ്ടായിരുന്നു, ഒത്തിരി കാര്യങ്ങളൊക്കെ കാണിച്ചിരണമെന്നുണ്ടായിരുന്നു. പക്ഷേ മഴ അതിനൊന്നും സമ്മതിച്ചില്ല കേട്ടോ അപ്പോൾ ചങ്ങമ്പര ഞാൻ വീഡിയോ ഇനി കുറച്ചുകൂടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളും ഇനിയും ഒത്തിരി വീഡിയോസൊക്കെ ആയിട്ട് ഞാനിങ്ങനെ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ട കൂട്ടുകൂടിക്കണം കേട്ടോ. ഓക്കെ, ബൈ.